കുനൂരിൽ നിന്നും ഈ വിതരണക്കാരൻ നൽകിയ തേയിലപ്പൊടി മലപ്പുറത്തെ മൊബൈൽ ഫുഡ് ലാബിൽ പരിശോധിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ചായപ്പൊടി വ്യാജനാണെന്ന് സ്ഥിരീകരിക്കാനായി. മാരക രാസവസ്തുക്കൾ ചേർത്തതുകൊണ്ടാകാം തേയിലപ്പൊടിക്ക് ഇത്രയധികം നിറം ലഭിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറയും. മലപ്പുറത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള മൊബൈൽ ഫുഡ് എനിക്ക് പിൻവശത്ത് കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൂനൂരിൽ നിന്നും തേയിലപ്പൊടിയാണ് എനിക്ക് കൈവന്നത്. ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള മാരക രാസപദാർത്ഥങ്ങളാണ് ചേർത്തിരിക്കേണ്ടതുണ്ട്. ഇതിനുള്ളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുണ്ട്. അവരുടെ പക്കൽ തന്നെ ഇത് നമ്മൾ കൊടുത്തതിനു ശേഷം പരിശോധന നടത്താൻ പോവുകയാണ്. ജസ്റ്റ് ഉണ്ടോ ഇല്ലയോന്നൊരു ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യാത്. പിന്നെ അതായത് ഒരു ടിഷ്യൂ പേപ്പറിൽ ചായപ്പൊടി കുറച്ചിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കുക. ഇത് പച്ചവെള്ളമാണ്, കണ്ടോ? ഇതുപോലെ കുത്തുന്ന കളറുകൾ കണ്ടില്ലേ? അപ്പോൾ ഇതിൽ ഇതുണ്ട്. നമുക്കിപ്പോൾ ഒറിജിനൽ ചായപ്പൊടി നമുക്ക് ഇട്ട് നോക്കിയാൽ സ്വാഭാവികമായിട്ട് ഇതിൽ വലിയ രീതിയിൽ കളർ ചേർത്തിട്ടുണ്ട്, കൃത്രിമ നിറങ്ങൾ. ആ ചായപ്പൊടിയിൽ നിന്നും ചെറിയ അളവിലുള്ള ചായപ്പൊടി മാത്രം ഈ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി പച്ചവെള്ളം ഒഴിച്ച സമയത്ത് നിറം മാറി വരുന്നത് കാണാൻ സാധിക്കും. അത് ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. വലിയ തോതിൽ അതിൽ അത്തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ചേർത്തിട്ടുണ്ടെന്ന്. ഒറിജിനൽ ചായപ്പൊടി ഇടുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചാൽ നമുക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. ഇത് ഒറിജിനൽ ചായപ്പൊടിയാണ്. ഇത് സാധാരണഗതിയിൽ നമ്മുടെ വിപണിയിലൊക്കെ തന്നെ ലഭിക്കുന്ന സാധാരണഗതിയിലുള്ള ചായപ്പൊടിയാണ്. ഇത് നമുക്ക് കൂനൂരിൽ നിന്ന് ലഭിച്ച ചായപ്പൊടിയാണ്. ഇതിന്റെ വ്യത്യാസം കാണാൻ സാധിക്കും. ഇത് ടിഷ്യൂ പേപ്പറിൽ ഇട്ട സമയത്ത് നിറം മാറിയിട്ടുണ്ട്. അതായത് ഈ കൃത്രിമ നിറങ്ങളൊക്കെ വാട്ടർ സോലുബിൾ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ വെള്ളത്തിലിട്ടാൽ തന്നെ ചായയാവും. പച്ചവെള്ളത്തിലിട്ടാൽ കൂനൂരിൽ നിന്ന് ലഭിച്ച ചായപ്പൊടിയാണ്. സെക്കൻഡുകൾക്കുള്ളിലാണ് ഇതിന്റെ നിറം മാറിയിട്ടുള്ളത്. അപ്പൊ അത്രത്തോളം വിഷപദാർത്ഥങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളതെന്ന് പറയേണ്ടി വരും, അല്ല മാഡം? ഇത് നല്ല ചായപ്പൊടിയാണ്, ഒരു തരത്തിലുള്ള രാസപദാർത്ഥങ്ങളും ചേർക്കാത്ത ചായപ്പൊടിയാണ്. ഇതിപ്പോൾ ഇത് വലിയ രീതിയിൽ നിറം മാറിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള ചേർത്തിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും പറയാൻ കഴിയും നമുക്കിപ്പോ? നമ്മൾ സാധാരണ ഇങ്ങനെ കൃത്രിമ നിറങ്ങൾ ചേർത്ത് ചായപ്പൊടിയിൽ 3 തരം കൃത്രിമ നിറങ്ങളൊക്കെയാണ് ചേർത്ത് കണ്ടുവരല്. സൺസെറ്റ് യെല്ലോ, ടാർട്രസീൻ, കാർമോസിൻ എന്ന് പറഞ്ഞ 3 ചായപ്പൊടി. ഒരു സമയത്ത് ഞങ്ങൾക്ക് 4 പോൺഷ്യോ 4R എന്ന് പറഞ്ഞ 4 ചായപ്പൊടി വരെ ഒരു സമയം കിട്ടിയിരുന്നു. നമ്മളെ ആന്തരിക അവയവങ്ങളൊക്കെ ഈ കൃത്രിമ നിറങ്ങൾ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നാണ് ഇപ്പം പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഇത് നല്ല ചായപ്പൊടിയാണെന്ന് പറഞ്ഞ് കൂനൂരിൽ നിന്നും നമ്മൾ സമീപിച്ച ആളുകൾ നമുക്ക് തന്ന ചായപ്പൊടിയാണ്. ഇതും കൂടി നമ്മൾ ഇവിടെ വെച്ച് പരിശോധിക്കുകയാണ്. അതായത് പ്യുവർ ടീ പൗഡർ എന്ന് പറഞ്ഞ അവിടെയുള്ള കച്ചവടക്കാർ നമുക്ക് നൽകിയ ചായപ്പൊടിയിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള മാരക രാസപദാർത്ഥങ്ങൾ ചേർന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഈ പ്രാഥമിക പരിശോധനയിൽ കാണുന്നത്. അതിന്റെ നിറം ഉൾപ്പെടെ മാറുന്നുണ്ടല്ലോ മാഡം? നമുക്ക് ഓരോ ജില്ലയ്ക്കും ഇതുപോലെ ഒരു സഞ്ചരിക്കുന്ന ഭക്ഷണം പരിശോധിക്കുന്ന ലാബാണ് ഉള്ളത്. ഫീൽഡിലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ തന്നെ അത് പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുകയാണ്. അത്രത്തോളം മാരക രാസപദാർത്ഥങ്ങൾ, വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ അവയൊക്കെ തന്നെ ഈ ചായപ്പൊടിയിൽ ചേർത്തിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുകയാണ്. അവയൊക്കെ തന്നെയാണ് വളരെ വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഒരു പരിശോധനയിലൂടെ സ്ഥിരീകരിക്കപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർവായ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ തിരൂർ.